أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لمن الأرض ومن فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 84, 5, 6, 7 ആയത്തുകൾ. ഖുൽ, നബിയെ താങ്കൾ ചോദിക്കുക, ലിമനിൽ അർളു, ഭൂമി ആർക്കുള്ളതാണ് അല്ലെങ്കിൽ ആരുടേതാണ്, വമൻ ഫീഹ, അതിലുള്ളവരും, ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, സയഖൂലൂന, അവർ പറയും, ലില്ലാഹി, അല്ലാഹുവിൻ്റേതാണെന്ന്. ഖുൽ, നബിയെ താങ്കൾ ചോദിക്കുക, അഫലാ തദക്കറൂൻ, എന്നിട്ട് നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ. ഖുൽ, താങ്കൾ ചോദിക്കുക, മൻ, ആരാണ്, റബ്ബുസ് സമാവാത്തി സബ്ഇ, 7 ആകാശങ്ങളുടെ റബ്ബ്, വറബ്ബുൽ അർഷിൽ അലീം, മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബ് ആരാണ്. സയഖൂലൂന, അവർ പറയും, ലില്ലാഹി, അതെല്ലാം അല്ലാഹുവിൻ്റേതാണെന്ന്. ഖുൽ അഫലാ തത്തഖൂൻ, ഖുൽ, താങ്കൾ ചോദിക്കുക, അഫലാ തത്തഖൂൻ, എന്നിട്ട് നിങ്ങൾ ഭക്തി കാണിക്കുന്നില്ലേ അല്ലെങ്കിൽ ഭയപ്പെടുന്നില്ലേ. ശിക്ഷ കാണുമ്പോൾ മാത്രം ബോധ്യം വരികയുള്ളൂ, അതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന തുഗയാനിഹിം യഅമഹൂൻ ആയ ആളുകൾ, അവരെ ഉണർത്തുവാൻ വേണ്ടി, അവരുടെ ചിന്ത ഉണർത്തുവാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുവാൻ പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ മുഴുവൻ ഇസ്ലാമിക പ്രബോധകരോടും അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത്. ചോദ്യമാണ്. എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത്? ആ മറുപടിയിലൂടെ അവരെ ചിന്തിപ്പിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മതവിശ്വാസം, ആചാരം, അനുഷ്ഠാനം, ഇങ്ങനെയുള്ളതിലൊന്നും പൊതുവെ മതങ്ങൾ ചോദ്യങ്ങൾ അനുവദിക്കാറില്ല. അതൊക്കെ അങ്ങനെ ഒരു വിശ്വാസമാണ്, അതേക്കുറിച്ചൊന്നും ചോദിക്കണ്ട. ഇങ്ങനെ അന്ധമായി എന്തൊക്കെയോ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും വിശ്വസിക്കുകയും അതിൽ കെട്ടിപ്പടുത്ത ആചാരങ്ങളും മാമൂലുകളുമൊക്കെയാണ് മതം എന്ന് പറയുന്നത്. എന്നാൽ ദീനുൽ ഇസ്ലാം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് കണ്ണു തുറന്ന് കാണാനും കൽബ് തുറന്ന് ആലോചിക്കുവാനുമാണ്. കാരണം മനുഷ്യൻ നേരെ ചൊവ്വേ ചിന്തിച്ചാൽ മനസ്സിലാകാൻ മാത്രം വ്യക്തതയുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്നർത്ഥം. നേരെ ചൊവ്വേ ചിന്തിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് അങ്ങനെ ഏത് സാധാരണക്കാരനും ഏത് മഹാപണ്ഡിതനും ഏത് ബുദ്ധിജീവിക്കും ഫിറ്റാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലാഹു തആല ചോദിക്കാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹ ഇൻ കുന്തും തഅലമൂൻ, ചോദിക്കുക, ഭൂമിയും അതിലുള്ളവരും. വമൻ എന്ന് പറഞ്ഞാൽ ആഖിലിനാണ് ഉപയോഗിക്കുക, അഥവാ ബുദ്ധിയുള്ളവർ, മനുഷ്യർ, ജിന്നുകൾ പോലെയുള്ള സൃഷ്ടികളെയാണ് മൻ എന്ന് പ്രയോഗിക്കുക. മറ്റത് എന്ത് എന്നാണ് പറയുക, മാ. അപ്പം ഇവിടെ പറയുന്നത് മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും കുറിച്ച് മാത്രമാണോ? അല്ല.
എല്ലാറ്റിനെക്കുറിച്ചുമാണ്. ഭൂമിയും അതിലുള്ള സകല ജന്തുജാലങ്ങളും മനുഷ്യരും ജിന്നുകളുമൊക്കെ ആരുടേതാണ് എന്നാണ് ചോദ്യം. അതുകൊണ്ട് അതിൽ ആഖലിന് പ്രാമുഖ്യം നൽകാനാണ് മൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആരുടേതാണ് എന്നാണ് ചോദ്യം. ഇതൊക്കെ മനുഷ്യൻ താനെ ഉണ്ടായതാണ് എന്നും ഒരു ഉത്തരവാദിത്വവുമില്ല, അവന് തോന്നിയതുപോലെ ജീവിക്കാമെന്നുമൊക്കെയാണല്ലോ ഭൗതികരുടെ ഏറ്റവും വലിയ സിദ്ധാന്തം. മനുഷ്യൻ ആരോടും ഉത്തരവാദപ്പെട്ടവനല്ല, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ല. പക്ഷേ നേർബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത്രയും ആസൂത്രണം ചെയ്ത് മനുഷ്യനെ, രണ്ട് മനുഷ്യർ ഒരുപോലെ ഇല്ല, ഒരേപോലെ മുടിയുള്ള രണ്ട് മനുഷ്യരില്ല, വ്യത്യസ്തമാണ്. ഫോറൻസിക്കിൽ അത് തെളിയിക്കപ്പെടും. ഒരേ മണമുള്ളവരില്ല, അതുകൊണ്ടാണ് പോലീസ് നായി. ഇങ്ങനെ ഒരു മനുഷ്യനെപ്പോലെ മറ്റൊരു മനുഷ്യനില്ലാതെ ആസൂത്രിതമായി സൃഷ്ടിച്ചത്, അതിനൊരു ഉടമയുമില്ല, അവനൊരു റബ്ബുമില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പറയും സയഖൂലൂന ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന്. മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെതാണ് എന്ന് അറബിയിൽ, ഇത് അറബികളോടാണ് ചോദ്യം. അറബികളായ എല്ലാവരും ദൈവത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ ദൈവമാണ്, ഈശ്വരനാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഈശ്വരൻ്റേതാണ് ഭൂമി, ഈശ്വരൻ്റേതാണ് ആകാശം, മനുഷ്യർ ഈശ്വരൻ്റെതാണ്, അവൻ്റെ സൃഷ്ടിയാണ്, അവനുണ്ടാക്കിയതാണ്, അവൻ ജീവിപ്പിക്കുന്നതാണ് എന്നുള്ള അടിസ്ഥാന വസ്തുത നിഷേധിക്കുന്നവരല്ല ദൈവവിശ്വാസികളാരും. പിന്നെ മതനിഷേധികളും ദൈവനിഷേധികളും അത് അന്ധമായി ചിന്തിക്കാതെ ഞങ്ങളങ്ങനെ ഒരു ദൈവത്തെ കാണുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങൾ തട്ടിവിടുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെതാണ് എന്ന് അംഗീകരിക്കും. മലയാളികൾ ദൈവത്തിൻ്റെതാണെന്നും ഇംഗ്ലീഷുകാർ ഗോഡിൻ്റെതാണെന്നും ഒക്കെ പറയുന്ന അതേ വസ്തുതയാണ് അള്ളാഹുവിൻ്റെതാണ് എന്ന് അറബിയിൽ പറയാം. അറബികളായ എല്ലാവരും, മുസ്ലിങ്ങളും മുശ്രിക്കുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും മജൂസികളും എല്ലാവരും സർവേശ്വരനായ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് അള്ളാഹു എന്നാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ അവിടുത്തെ പിതാവിൻ്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. ബൈബിളിൻ്റെ അറബി പതിപ്പിൽ 1-ാമത്തെ പേജിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു എന്നുള്ള വാക്ക് കാണാൻ കഴിയും. കാരണം അറബിയായ ക്രിസ്ത്യാനിയും അറബിയായ ജൂതനുമൊക്കെ ദൈവത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് അള്ളാഹു എന്നാണ്. അതിപ്പോൾ പരിശോധിച്ചാലും കാണാൻ കഴിയും. ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ബൈബിളിൻ്റെ അറബി പതിപ്പ്. ആ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്കിൽ ഖുൽ അഫലാ തദക്കറൂൻ, എന്നിട്ട് ആ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നും അവനോട് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും അവൻ്റെ സൃഷ്ടികളാണെന്നും അവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ളതാണെന്നും എന്താ നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ലേ? കാരണം ഏതൊരു വസ്തുവിൻ്റെയും ഉടമസ്ഥനും ആ വസ്തുവും തമ്മിൽ ഒരു കണക്ഷൻ നിർബന്ധമായും ഉണ്ടാകുമല്ലോ. ഒരാളുടെ വാഹനം, അതിൻ്റെ ഉടമ ആരാണ്? അയാൾക്കതിൽ ഉത്തരവാദിത്തമുണ്ടാകും, അയാൾക്കതിൽ അവകാശങ്ങളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അതൊന്നും പരിഗണിക്കാതെ, അയാളുടെ ഉടമസ്ഥതയും അയാളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും പരിഗണിക്കാതെ മറ്റൊരാൾക്ക് ആ വാഹനം ഉപയോഗിക്കാൻ കഴിയുമോ? ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയും അതും തമ്മിൽ വലിയ ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ ഉടമയെയും അയാളുടെ അഭിപ്രായങ്ങളെയും അയാളുടെ താല്പര്യങ്ങളെയും ഒന്നും പരിഗണിക്കാതെ അവിടെ ആ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫാക്ടറി, അതിലൊരാൾക്ക് ജോലി ചെയ്യാനും ജോലി ചെയ്യിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുമോ? സ്വാഭാവികമായിട്ടും മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഉണ്ടാക്കിയ ദൈവം, സൃഷ്ടിച്ച ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം, എല്ലാവരും അംഗീകരിക്കുന്ന ആ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടികളായ ഞങ്ങളിൽ നിന്ന് എന്താണാവോ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഞങ്ങൾ എന്ത് വേണമെന്നാണ് അവൻ താല്പര്യപ്പെടുന്നത്? ഇതൊക്കെ സ്വാഭാവികമായും ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നതാണ്. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ പിശാച് അവരെ അവരുടെ ഗംറത്തി, മുകളിൽ പറഞ്ഞില്ല, ഫീ ഗംറത്തിഹിം, വദർഹും ഫീ ഗംറത്തിഹിം യൽഅബൂൻ എന്നൊക്കെ, അവരവരുടെ ഗംറത്തിൽ അഥവാ അവരുടെ അന്തസ്സാര ശൂന്യതയിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് എന്ന്. അങ്ങനെ ചിന്തിക്കാൻ അനുവദിക്കാതെ കൊണ്ടു നടക്കുകയാണ് പിശാച് ചെയ്യുക. എന്നാൽ
രക്ഷകനായ അല്ലാഹു തആല ചെയ്യുന്നത് മനുഷ്യനെ അവൻ്റെ യാഥാർത്ഥ്യബോധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ ഏതൊരു ആളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരു കുട്ടി അവൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു ചീത്ത കൂട്ടുകെട്ടിലും പോകുകയില്ല. അത് ചിന്തിക്കാതിരുന്നാൽ ഏത് പിശാചിൻ്റെ വലയിലും അവൻ പോയി ചാടും. ഒരു തൊഴിലാളി അവൻ്റെ നിയോഗവും അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിച്ചാൽ വളരെ നല്ല തൊഴിലാളിയായി തീരും. അല്ലെങ്കിൽ ഉഴപ്പനും തരികിട കളിക്കുന്നവനും ഒക്കെ ആയിട്ട് മാറുക സ്വാഭാവികമാണ്. ഇതേപോലെ തന്നെ മനുഷ്യൻ അവൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ ഉത്ബുദ്ധനാകും. അതുകൊണ്ടാണ് അഫലാ തദക്കറൂൻ എന്ന് ചോദിക്കുന്നത്. വീണ്ടും ഒരു ചോദ്യമാണ്. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്. അതിലടുത്തത് ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അലീം. ഖുൽ, നബിയെ ചോദിക്കൂ, മൻ റബ്ബുസ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ ആരാണ്? വ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനും ആരാണ്? ആകാശങ്ങളുടെ എണ്ണം ഖുർആൻ പലയിടത്തായിട്ട് 7 പറയുന്നുണ്ട്. 7 ആണെന്ന് പറയാൻ തയ്യാറില്ലാത്തവരുണ്ട്. അവർ 7 എന്ന് പറഞ്ഞാൽ 70, 700 ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു 7 ഒന്നുമില്ല എന്ന് പരിഹസിക്കാറുമുണ്ട്. പക്ഷേ മനുഷ്യൻ 7 ഇല്ല എന്ന് പറയാനുള്ള അറിവ് പ്രപഞ്ചത്തിൽ ആർജിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ്റെ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ 1-ാം ആകാശത്തിൻ്റെ അടുത്തുകൂടി പോലും എത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ 7 എണ്ണം, സബ്അൻ തിബാഖ, സബ്അ സമാവാത്തിൻ തിബാഖ, ബനൈന ഫഖക്കും സബ്അൻ ഷിദാദ, ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 7 അതിനെ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള യോഗ്യത പോലും മനുഷ്യൻ യഥാർത്ഥത്തിൽ ആർജിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം അറിയുന്നവനായ അള്ളാഹു പറഞ്ഞതുപോലെ അംഗീകരിക്കലാണ് ബുദ്ധി. എന്തായാലും അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന കാര്യത്തിൽ ദൈവവിശ്വാസികൾക്കിടയിൽ തർക്കമില്ല. അത് ദൈവമാണ്, അള്ളാഹുവാണ് എന്ന് അവരെല്ലാവരും സമ്മതിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഈ ചോദ്യം. അത് ആരാണ്? അത് ഞങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും വിഗ്രഹമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതോ മരിച്ചുപോയ മഹാനാണെന്നോ എന്നൊന്നും മക്കാ മുശ്രിക്കുകൾക്ക് പോലും വാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം, അതാരാണ്? അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ സിംഹാസനം അങ്ങനെയൊന്നും ഉണ്ട് എന്ന് അത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകും. എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഈ പ്രപഞ്ചത്തിൻ്റെ അധിപതി അതിൻ്റെ സിംഹാസനത്തിൽ ആരാണ് എന്ന കാര്യത്തിൽ ദൈവവിശ്വാസികൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അവർ പറയും സയഖൂലൂന ലില്ലാഹ്, അത് അള്ളാഹുവാണ്. അപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന് അത് ഉടമസ്ഥൻ അള്ളാഹുവാണ്. 2 അതിൻ്റെ നാഥൻ അല്ലെങ്കിൽ അതിൻ്റെ അധികാരി അതൊക്കെ അള്ളാഹുവാണ്. എങ്കിൽ ആ അള്ളാഹുവിനോട് ഞാൻ എന്താണ് വേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കണമല്ലോ. അങ്ങനെ അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ ഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ അവനോട് തഖ്വ പുലർത്തുന്നില്ലേ എന്നാണ്. അഥവാ അവനെ സൂക്ഷിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവനെ ഭയപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ അവനോട് ഭക്തി കാണിക്കുന്നില്ലേ, ഒക്കെ ഒരു അസ്ലിൽ നിന്നുണ്ടാകുന്നതാണ്. അഥവാ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് നടക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവനാണ്. അവൻ മഹാശക്തനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. അവൻ ആളുകളെ ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് അംഗീകരിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ എന്താണ് വേണ്ടത്? നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴേ, മരുന്ന് എങ്ങനെയെങ്കിലും കഴിക്കുക, കുറേ എടുത്ത് വിഴുങ്ങുക, ചോറ് വാരി തിന്നുന്നത് പോലെ മരുന്ന് വാരി തിന്നാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ സൂക്ഷിക്കും, ഇത് എത്ര നേരമാണ്, എത്ര അളവിലാണ് കഴിക്കേണ്ടത്, എത്ര നേരം കഴിക്കണം, ഇങ്ങനെ വളരെ സൂക്ഷിച്ച്, അതാണ് അതിലെ ഒരു തഖ്വ എന്ന് പറയുന്നത്. 2, ആ മരുന്ന് എങ്ങനെയെങ്കിലും കഴിക്കാനുള്ള മറ്റൊരു തടസ്സം എന്താണ്? നമുക്കൊരു പേടിയുണ്ട്. മരുന്ന് ക്രമം തെറ്റി കഴിച്ചാൽ ചിലപ്പോൾ മരുന്ന് തന്നെ വലിയ വിഷമായിട്ട് മാറും. അളവിലധികം കഴിച്ചാൽ, അതുപോലെ പറഞ്ഞ തവണകളിൽ അധികം കഴിച്ചാൽ, അതുകൊണ്ട് ഒരു പേടിയോട് കൂടിയാണ്. അതുപോലെ തന്നെ അതിലൊരു പ്രതീക്ഷയുണ്ട്, ഇത് മര്യാദക്ക് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നതുപോലെ തന്നെയാണ് ജീവിതം മുഴുവൻ. അള്ളാഹു നിശ്ചയിച്ച ജീവിതമാണ്. അതിൽ അവൻ പറഞ്ഞ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ തകരാറുണ്ടാകും.
അതുപോലെ പാലിച്ച് ജീവിച്ചാൽ ജീവിതം ഗുണകരമായി തീരും, അല്ലെങ്കിൽ ആ ഗുണത്തിന് ഭംഗം വരും. ഇതൊക്കെ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുക, ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഒരു ഭരണാധികാരിയുണ്ട്, അതിനൊരു സിംഹാസനമുണ്ട്, അതിനൊരു അധികാരിയുണ്ട്, അതിനൊരു ഉടമസ്ഥനുണ്ട് എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ടും ഞാനെന്താണ് വേണ്ടത്, എന്താണ് പാടുള്ളത്, എന്താണ് പാടില്ലാത്തത് എന്ന ചോദ്യം, എന്ന അന്വേഷണം, സത്യാന്വേഷണം മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടും. അവനോട് തഖ്വയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി, അതാണല്ലോ ഈ തഖ്വയുടെ പേരിലാണ് ആളുകൾ നമസ്കാരത്തിൽ പാടുള്ളത് എന്തൊക്കെയാണ്, പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ധാരാളമായി സംശയങ്ങൾ ചോദിക്കുന്നത്, അമലുകൾ അങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്തത് ശരിയായിട്ടുണ്ടാകുമോ എന്നൊക്കെ അന്വേഷിക്കുന്നത് ആ പേടിയിൽ നിന്നാണ്. ആ പേടി ജീവിതത്തെക്കുറിച്ച് മുഴുവൻ ഉണ്ടാവേണ്ടതല്ലേ? ശരിക്കും നിങ്ങൾക്ക് ഒരു റബ്ബ്, ഒരു ഉടമസ്ഥനും ഉണ്ട് എന്നറിഞ്ഞാൽ എന്ന ചിന്ത ഉണർത്തുകയാണ് തഖ്വയുണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ബോധമുണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല ഇവിടെ ചെയ്യുന്നത്. ഇനിയും ചില ചോദ്യങ്ങളാണ് താഴെയുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.